ഹലോ, ഒത്തിരി നാളായാലും കണ്ടിട്ട്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് വൈകിയത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അയിന്താം വേദം എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 7 കണ്ടാലോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗുരുജിയില്ലേ, അതായത് നമ്മുടെ പതിനെ കൊല്ലാൻ വേണ്ടി അയച്ചത് അയാളുടെ യങ്ങർ ഏജ് ആണ് കാണിക്കുന്നത്. 1995 അയാൾ ചെന്നൈയിൽ ഒരു കോൺഫറൻസ് ഹാളിൽ അവിടുത്തെ അന്നത്തെ സ്റ്റുഡൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേദത്തെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ തിയറി അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നത് പ്രകാരം 4 വേദങ്ങളല്ല, അതിൽ കൂടുതൽ ഒരുപാട് വേദങ്ങൾ ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി അയാളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്നുണ്ട്, അടുത്ത വേദത്തിൽ എന്തായിരിക്കും സാറ് വിചാരിക്കുന്നത്? അപ്പോൾ അയാളും പറയുന്നുണ്ട്, ചിലപ്പോൾ നമുക്കറിയാത്ത ടെക്നോളജി, ഹ്യൂമൻ ക്രിയേഷനെ പറ്റി തന്നെ ആ ഒരു വേദത്തിൽ പറഞ്ഞേക്കാന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു സ്റ്റുഡന്റ് ചോദിക്കുന്നുണ്ട്, ഇത് സാറിന്റെ മാത്രം തിയറി ആണോ അതോ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടോ എന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഒരു ഗുരുജിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് നമ്മളുടെ അയ്യങ്കാരപുരത്തെ ക്ഷേത്രത്തിലെ ആ ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ. എന്നിട്ട് ഈ ഒരു വെബ് സീരീസിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു എക്സ്കവേഷൻ സെന്റർ കണ്ടില്ലായിരുന്നു, അവിടെ ഒരു ഓലച്ചുവടി കിട്ടിയെന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഓലച്ചുവടിയിൽ വെച്ചിരുന്ന ആ ഒരു പടവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില് എന്നാണ് 5ാമത്തെ വേദം റിവീൽ ആവുന്നത് എന്നുള്ള പ്രഡിക്ഷൻ വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സെമിനാറും കഴിയുന്നുണ്ട്. ശേഷം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വർക്കർ വേറൊരു വർക്കറിനോട് ഇത് സേവ് ചെയ്ത് വെക്ക്, ഇത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ ആളും ചോദിക്കുന്നുണ്ട്, സൈറ്റോ അതെന്താ? നീ കേട്ടിട്ടില്ലേ ഈ ഇന്റർനെറ്റ്, അതൊക്കെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതിൽ അപ്ലോഡ് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൂടെ നമ്മളെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ 1995 എല്ലാവർക്കും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഈ ഇന്റർനെറ്റ്. അവിടുന്ന് കിട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് മുകുന്ദിനെയും വക്കീലിനെയും അവന്റെ ഗേൾഫ്രണ്ടിനെയാണ്. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനോട് ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മുകുന്ദന് എതിരായിട്ട് ഒരു വീഡിയോ കോളിന്റെ റെക്കോർഡിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ മുകുന്ദനും അത് ഫേക്ക് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. അങ്ങനെ മുകുന്ദനെ അവിടുന്ന് വിടുന്നുണ്ട്. അപ്പോൾ വക്കീലിന് ഭയങ്കര സംശയമൊക്കെ തോന്നുന്നുണ്ട്, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പൊ മുകുന്ദൻ പറയുന്നുണ്ട്, അതിന് ഒരുപാട് പണം വേണം, ഒത്തിരി കമ്പ്യൂട്ടർ ആക്സസ് ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പണമൊക്കെ വെച്ചിട്ട് നിന്നെ കൊടുക്കാൻ ആരാ ശ്രമിക്കുന്നത് എന്നൊക്കെ ആ ഒരു ലോയറും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടി മുകുന്ദൻ പെട്ടെന്ന് എണീറ്റ് ആ ഒരു വേലക്കാരൻ്റെ അടുത്തോട്ട് നിന്നിട്ട്, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ അവരെന്ത് ചെയ്യുക, എനിക്ക് അവരെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് മുകുന്ദൻ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോവാണ്. ഈ സമയത്ത് മുകുന്ദന്റെ ഗേൾഫ്രണ്ട് ആ ഒരു ലോയറിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട് കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് മുകുന്ദൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ഇതേപോലെ ചേട്ടനെ കൊന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുകുന്ദൻ. അവരോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഫേക്ക് എവിഡൻസ് ആരാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോഴും അവർ പറയുന്നത് ഇതൊരു ട്രാക്ക് ചെയ്യാത്ത ഐഡിയ എന്നാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മുകുന്ദും ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ മുകുന്ദന്റെ ഗേൾഫ്രണ്ടും ആ ഒരു ലോയറും കൂടി അവിടുത്തെ വീടിനകമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലവൻ ആദ്യമായിട്ട് എൻ്റെ അനിയൻ ഇവിടെ ഇരുന്നാ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്കാരനെ നന്നാക്കാൻ പറഞ്ഞൊരു റൂമൊക്കെ ഇല്ലേ, അവിടോട്ടൊക്കെ ഇവർ പോകുന്നുണ്ട്. അങ്ങനെ അവര് ആ ഒരു കബോർഡിന് അപ്പുറത്തായിട്ട് ഒരു റൂം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു ഗേൾഫ്രണ്ടും ഈ ലോയറും ഒക്കെ ചെറിയ രീതിയിൽ ലെസ്ബിയൻ ടച്ചുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിലോട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഡോറ് ലോയർ കാണുന്നത്. അങ്ങനെ അവർ ആ ഒരു ഡോറ് കണ്ടതിന് ശേഷം അവിടുന്ന് മാറിപ്പോവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബംഗാളിയില്ലേ, അതായത് കില്ലർ ബംഗാളി എന്ന് പറയാം, അയാള് എന്തോ ഒരു മെഷീൻസ് ഒക്കെ വെച്ചിട്ട് കൈയുടെ രൂപത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന്റെ അവിടുന്ന് കട്ടെ കാണിക്കുന്നത് ആ ഒരു ക്ഷേത്രമാണ്. അവിടോട്ട് നമ്മുടെ റൈറ്റർ വരുന്നുണ്ട്. എല്ലാ ജനങ്ങളും ആ ഒരു അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവറും പറയുന്നുണ്ട്, ഓൾറെഡി ഇവിടുത്തെ തലവൻ മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്, പിന്നെന്താ ഇവരെല്ലാം അമ്പലത്തിലോട്ട് പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കും പോകണോ സാർ അങ്ങോട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്ററും പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ റൈറ്ററും ഡ്രൈവറും കൂടി ആ ഒരു അമ്പലത്തിനകത്തോട്ട് പോവാണ്. അങ്ങനെ ആ റൈറ്ററും ഡ്രൈവറും കൂടി അകത്തോട്ട് കയറിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരു അമ്മാവനോട് ഇതേപോലെ തലവന്റെ അനിയനെ കാണാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവരെല്ലാം ഇങ്ങോട്ട് പോകുന്നതെന്ന് റൈറ്റർ ചോദിക്കുമ്പോൾ ആ ഒരു വയസ്സായ ആളും പറയുന്നുണ്ട്, ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ 5ാമത്തെ വേദം ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുവിന്റെ അച്ഛനും അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബ്രാഹ്മൺ ഫാമിലിയിലുള്ള മൂത്ത അച്ഛൻ തിരുമേനിയില്ലേ, അയാളെയാണ്. അയാള് ബാലാലയത്തിന്റെ പണിയൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിങ്ങിലൊക്കെയാണ്. അപ്പോൾ വേറൊരു തന്ത്രി പറയുന്നുണ്ട്, എനിക്ക് ബ്രഹ്മപീഠം എവിടെയാണെന്ന് അറിയത്തുമില്ല, അതിനെപ്പറ്റിയുള്ള കർമ്മങ്ങളൊന്നും അറിയത്തില്ല, അതിന്റെ യന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ
ഒക്കെ തർക്കങ്ങൾ വരുന്നുണ്ട്. അവരങ്ങനെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അനുവിന്റെ അച്ഛനും അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനുവിന്റെ അച്ഛൻ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അനുവിന്റെ അച്ഛൻ തിരിച്ചു വരുന്നുണ്ട്. അനുവിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അനുവിന്റെ കയ്യിലൊരു ഏലസ് ഉണ്ട്. ആ ഒരു ഏലസ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുവും അത് അഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അനുവിന്റെ അച്ഛന്റെ അച്ഛൻ ഈ ഒരു ഏലസ് കൊടുക്കുമ്പോൾ ഭാവിയിൽ ആരെങ്കിലും അയ്യങ്കാരപുരത്ത് വെച്ചിട്ട് ഈ ഒരു ഏലസ് ചോദിക്കുവാണെങ്കിൽ നീ ഇത് കൊടുക്കണം, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട യന്ത്രമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ട്. അനുവിന്റെ അച്ഛൻ ഇത് അനുവിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അനു ഇത് കാതിലൊരു കടുക്കം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അനു അത് അങ്ങനെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അനുവിന്റെ അച്ഛൻ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അച്ഛൻ തിരുമേനിയുടെ അടുത്തോട്ട് ഈ ഒരു യന്ത്രം കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആകുമോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ആ ഒരു അച്ഛൻ തിരുമേനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അയാൾ ചാടി എണീക്കുന്നുമുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് പതിനെ മകനെയാണ്. അപ്പോൾ ആ ഒരു മകൻ ആ ഒരു സ്ക്രിപ്റ്റിലുള്ള ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് അവൻ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം പതി എഴുതിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിലുള്ള ആ ഒരു കൊത്തുപണിയില്ലേ, അതിൽ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് അവനത് ആ ഒരു അക്ഷരം തമിഴിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. അയാളും ഇതിന്റെ തമിഴ് അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ അമ്പലത്തിലോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവിടെ നമ്മുടെ രാധികയുടെ അച്ഛൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ മീറ്റിംഗ് ഒക്കെ കാണുന്നുമുണ്ട്. ഇപ്പൊ ഓൾറെഡി അനുവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഒരു യന്ത്രം കിട്ടി. മാത്രമല്ല മന്ത്രവും അവർക്ക് തന്നെ അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ ഒരു ബ്രഹ്മപീഠം എവിടാണെന്ന് മാത്രമാണ്. അതായത് ആ ഒരു അറ എവിടാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനിയുടെ പൂർവികര് ഇവർക്കൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് പോലെ ഒരു കാര്യം. അത് വെച്ചിട്ടാണ് ഈ ഒരു ബ്രഹ്മപീഠം കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ രാധികയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു ബുക്കൊക്കെ തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു തലവന്റെ പണിക്കാരനില്ലേ, അയാളും രാധികയുടെ അച്ഛനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. രാധികയുടെ അച്ഛന്റെ നിപ്പും ഭാവവും ഒക്കെ അയാൾക്ക് എന്തോ സംശയം തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാട്ട് കേട്ട് എല്ലാ ഗ്രാമവാസികളും വേറൊരു അർത്ഥം കൽപ്പിച്ചിട്ട് കുറെ ആനയൊക്കെ ഈ ഒരു ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് കട്ടെ വീണ്ടും നമ്മളെ മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ തിരിച്ച് ആ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിക്കാരൻ പറയുന്നുണ്ട്, മുകുന്ദൻ സാറിന്റെ ലവർ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിത്രനും പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു ലഗേജ് ഒന്ന് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടുന്ന് ലഗേജ് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഫോറിൻ ലേഡിയില്ലേ അവരെ കാണുന്നത്. അപ്പോൾ മിത്രൻ രാധികയോട് ചോദിച്ചിട്ട് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്റെ നോർമൽ രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ രാധികൻ പറയുന്നുണ്ട്, അവൾ നിന്റെ ടൈപ്പ് ഒന്നും അല്ല, വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ലോയറും ആ മുറിക്കകത്തോട്ട് കയറി വരുന്നുണ്ട്. നീ ആരാ, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രനും എന്റെ ലഗേജ് എടുക്കാൻ വന്നയാന്ന് പറഞ്ഞിട്ട് ലഗേജ് എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും അവിടുന്ന് കെട്ടായി അമ്പലമാണ് കാണിക്കുന്നത്. അവിടെ ആനയും ആടിനെയും ഒക്കെ ആ ഒരു ഗ്രാമവാസികളൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഈ ഒരു അറ കണ്ടുപിടിക്കാനായിട്ട്. അവിടോട്ട് തന്നെ മുകുന്ദനും വരുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു വലിയ തിരുമേനിയും മുകുന്ദന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഒരു കാര്യം ഉണ്ടായി, അതുപോലെ ഒരു ഓലച്ചുവടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നുണ്ട്, ഈ ഗ്രാമവാസികളെല്ലാം ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ ആടിനെയും ആടിനെയൊക്കെ ഈ ഒരു അമ്പലത്തിനകത്തോട്ട് കയറ്റുവാണെന്ന് പരാതി പറയുകയാണ് മുകുന്ദനോട്. അപ്പൊ തന്നെ മുകുന്ദൻ അവന്റെ ജോലിക്കാരോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അമ്പലത്തിലുള്ള ആനയും ആടിനെയൊക്കെ ഒഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ അച്ഛൻ തിരുമേനിയും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓലച്ചുവടിയും മുകുന്ദന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. മുകുന്ദനും അത് നോക്കിയിട്ടൊന്നും മനസ്സിലാകാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ജോലിക്കാരനും രാധികയുടെ അച്ഛനെ ചൂണ്ടിക്കാട്ടിയിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, ഇയാളെ കണ്ടിട്ട് എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് മുതലാളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുകുന്ദനും പറയുന്നുണ്ട്, നീ എന്തായാലും അയാളെ ഒന്ന് ഫോളോ ചെയ്യ്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന്. അങ്ങനെ ആ ഒരു ജോലിക്കാരനും അയാളുടെ പുറകിന് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്, ഇത്ര സിമ്പിളായിട്ട് ഈ വരിയൊന്നും എഴുതത്തില്ല, ആടും ആനയും എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ അവരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മുകുന്ദനും അവിടുന്ന് നൈസായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മുകുന്ദൻ വെള്ളോട്ടിറങ്ങി ആ ഒരു ജോലിക്കാരന്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് റൈറ്ററും വരുന്നുണ്ട്. റൈറ്റർ ഇതുപോലെ പറയുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു 5 കമ്പ്യൂട്ടർ നിങ്ങളുടെ അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് 4 നിങ്ങൾ ഓൾറെഡി കൊച്ചിയിലുള്ള ഒരാൾക്ക് വിറ്റിട്ടുണ്ടായിരുന്നല്ലോ, ബാലൻസ് 1 അത് എവിടെ ഉണ്ടെന്ന് അറിയാവോ എന്നൊക്കെ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മുകുന്ദനും പറയുന്നുണ്ട്, അത് ഞാനാ യൂസ് ചെയ്തോണ്ടിരുന്നത്, ചിലപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ ബേസ്മെന്റിൽ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈറ്ററും പറയുന്നുണ്ട്, എന്നാൽ എനിക്കതൊന്ന് എടുത്തു തരാൻ പറ്റുമോന്ന്. അപ്പോൾ മുകുന്ദൻ അയാളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, ഇത്രയും ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വന്നത് എടുത്തു തരാൻ പറ്റുന്നത്, നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് നടന്നു പോവാണ്. എന്നിട്ട് മുകുന്ദൻ നേരെ ചെല്ലുന്നത് ആ ജോലിക്കാരന്റെ അടുത്തോട്ടാണ്. ജോലിക്കാരനും നമ്മുടെ രാധികയുടെ അച്ഛനെ ഫോളോ ചെയ്ത് വേറൊരു സ്ഥലത്തായിട്ട് വരുന്നുണ്ടായിരുന്നു, ഒരു ഗണപതിയുടെ വിഗ്രഹം പോലെ ഇരിക്കുന്നിടത്ത്. അപ്പോൾ രാധികയുടെ അച്ഛനും അവിടെ എന്തോ കളഞ്ഞു പോയതുപോലെ അവിടെ ഇങ്ങനെ ആ ഒരു
ഒരു ചിത്രങ്ങളൊക്കെ നോക്കി ആ ഒരു പ്രതിമകളൊക്കെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകുന്ദനും അങ്ങോട്ട് ചെന്ന് അയാളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതേപോലെ കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇവിടുത്തെ കൽപ്പണിയും ഞങ്ങളാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂർവികര് ഞങ്ങൾക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൽപ്പണിയുടെ അർത്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മുകുന്ദനോട് രാധികയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവരങ്ങനെ അവിടെ സംസാരിക്കുന്നത് കാണിച്ചിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന റൈറ്ററിനെയാണ്. അയാൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയില്ലേ അയാളെ കാണുന്നുണ്ട്. അയാളെ കണ്ടിട്ട് റൈറ്ററിന് എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ട്. അയാൾ വീണ്ടും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഗുരുജിയും ഇയാളെ കാണുന്നുണ്ട്. ഈ ഒരു റൈറ്ററിനെ കണ്ടപാടെ അയാൾ അവിടുന്ന് മാറിക്കളയാണ്. അതായത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജി മാറിക്കളയാണ്. അവിടുന്ന് കേട്ടെ വീണ്ടും ആ ഒരു ക്ഷേത്രവും ആ ഒരു രാധികയുടെ അച്ഛനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാധികയുടെ അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു പാട്ടിന്റെ അർത്ഥം. അതായത് ഡാൻസിങ് ഗണപതിയുടെ താഴെയായിട്ട് ഒരു ഓടുന്ന പാമ്പുണ്ട്, ആ പാമ്പിന്റെ താഴെയായിട്ട് ഒരു വഴിയുണ്ട് എന്നാണ് ആ ഒരു പാട്ടിന്റെ അർത്ഥമെന്ന് രാധികയുടെ അച്ഛൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്റ്റെപ്പ്, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ഇടിച്ച് അത് നോക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ആ ഒരു റൈറ്ററും ആ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാൾ ആ കമ്പ്യൂട്ടർ ബേസ്മെന്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആ ഒരു ലോയറൊക്കെ ബേസ്മെന്റിലോട്ട് വരാൻ നോക്കുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു റൈറ്റർ ആ ഒരു CPU-ന്റെ അകത്ത് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കയ്യെഴുത്ത് പ്രതി എന്താണെന്ന് കാണിക്കുന്നില്ല, അത് അയാൾ കൈക്കലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ലോയറും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുപടി പറയുന്നത് നമ്മുടെ റൈറ്ററാണ്. റൈറ്റർ പറയുന്നുണ്ട്, ഞാൻ ഇതേപോലെ സ്ക്രാപ്പൊക്കെ എടുക്കുന്ന ആളാണ്, അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോയറും പറയുന്നുണ്ട്, എന്നാൽ അദ്ദേഹം ഉള്ളപ്പോൾ വരണ്ടേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരും ഇല്ലാത്തപ്പോൾ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഓ അതിന്റെ ആവശ്യമില്ല, ഇയാൾ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറും റൈറ്ററും കൂടെ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ വീണ്ടും നമ്മളെ കാണിക്കുന്ന ഒരു അമ്പലമാണ്. അവരെല്ലാം കൂടി ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അവിടെ കുഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അനുവൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്ന് പതി അനുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഹായ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ് എന്ന് പതി പറയുന്നുണ്ട്. ഇതെന്റെ മകൻ വികാസ് എന്ന് പറഞ്ഞിട്ട് വികാസിനെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോൾ വികാസ് അവിടെ ഒന്നുമില്ല. പെട്ടെന്ന് പതി വികാസിനെ തിരക്കി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൻ ചെന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നൊരു ഹിന്ദിക്കാരനില്ല അയാളെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പതിക്ക് ആളെ മനസ്സിലാവുന്നുണ്ട്. ആ നിക്കടാ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡാർഫിലുള്ള ഒരാള് പതിനെ പിടിച്ചു വെക്കുകയാണ്. അതായത് ആ 4 വേദങ്ങളിൽ ഒരാളെ. എന്നിട്ട് പതിയോട് പറയുന്നുണ്ട്, നിനക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ അവന്റെ പുറകിന് പോയിക്കോ, പക്ഷെ നിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് കാട്ടിലോട്ട് ചെല്ലാൻ. അത് പറഞ്ഞിട്ട് ആ ഒരു ഡാർഫും അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. ആ ഒരു ഹിന്ദിക്കാരനും അവിടുന്ന് പെട്ടെന്ന് ഓടി പോകുന്നുണ്ട്. എന്തായാലും പതി കുഞ്ഞിന്റെ അടുത്തോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് ആ കാട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ കാട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ ഒരു 4 വേദങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വികാസവും ഉണ്ട്. നിന്റെ കയ്യിലുള്ള ആ ഒരു ഓലച്ചുവടിയില്ല, അത് ഞങ്ങൾക്ക് തരാൻ പറയുന്നുണ്ട്. പതിയും അത് കൊടുത്തിട്ട് കുഞ്ഞിനെ തിരിച്ചു മേടിക്കുന്നുണ്ട്. ആ ഒരു ഓലച്ചുവടി കൈ കിട്ടിയ വേദങ്ങൾ അത് കത്തിച്ചു കളയുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് ആ ഒരു ഗുരുജിയും ആ ഒരു ഹിന്ദിക്കാരും വരുന്നുണ്ടായിരുന്നു. അവരും കണ്ടു ഈ ഒരു ഓലച്ചുവടി വേദങ്ങൾ കത്തിച്ചു കളയുന്നത്. ആ ഒരു അൺനോൺ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാനുള്ള ഹിന്റ് ആയിരുന്നു ശരിക്കും ആ ഒരു ഓലച്ചുവടി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പതി നേരെ ആ ഒരു അമ്പലത്തിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ആ ഒരു ശിവൻ പറയുന്നുണ്ട്, നിന്റെ ജോലി ഇവിടെ കൊണ്ട് തീർന്നു, നീ ഇവിടുന്ന് എന്തായാലും തിരിച്ചു പോകും, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വികാസും തിരിഞ്ഞ് അമ്പലത്തിൽ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. പതിയും വികാസിന്റെ പുറകിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു ഹിഡൻ പ്ലേസിലോട്ട് വന്നിട്ട് അയാൾ കുനിഞ്ഞ് വയ്യാത്ത ആളെ പോലെയൊക്കെയല്ലേ നിന്നത്. പെട്ടെന്ന് അയാൾ നിവരുന്നുണ്ട്. അതായത് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ലഭിച്ച പോലെ. എന്നിട്ട് ഒരു ടാബ് എടുക്കുന്നുണ്ട്. ആ ടാബിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫേസ് തന്നെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു പുതിയ ജീവിതം, അതായത് മനുഷ്യന്റെ ഇടയിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉദിച്ചു. അതിന് സഹായത്തിനായിട്ടാണ് ഈ ഒരു ഗുരുജീനെ ഇയാള് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരെ കൊന്നത്, കാറിൽ വെച്ചിട്ട് കൊന്നത്, ക്യാരിയർ കൊണ്ടുവന്ന ആളെ കൊന്നത്, നമ്മുടെ ലോയറിന്റെ അസിസ്റ്റന്റിനെ കൊന്നത്, എല്ലാം തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്ലാനിങ് ആയിരുന്നു. മാത്രമല്ല രാധിക വരെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്ലാൻ ആണ്. ഇതൊക്കെ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ വീണ്ടും നമ്മൾ ആ ക്ഷേത്രമാണ് കാണിക്കുന്നത്. അവരെങ്ങനെയൊക്കെയോ ആ ഒരു സ്റ്റെപ്പ് പൊളിച്ചിട്ട് അതിനകത്ത് വേറൊരു അറ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. അവിടെ വേറൊരു വലിയൊരു പാറ വെച്ചിട്ടുള്ളൊരു ഡോർ ഉണ്ടായിരുന്നു. ഓൾറെഡി ആ ഒരു ഓലച്ചുവടി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ഒരു വേദങ്ങൾ മേടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു ആ ബ്രാഹ്മിൻസിന്റെ കയ്യിൽ നിന്ന്. ആ ഒരു മന്ത്രം വെച്ചിട്ടാണ് ഇത് തുറക്കേണ്ടതെന്ന് അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണി അത് വീണ്ടും വരച്ച് എടുക്കുകയാണ്. അങ്ങനെ പൂർണ്ണിയും അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അവരത് വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പൂർണ്ണി അവിടെ 2 സൈഡിലായിട്ട് 2 വിളക്ക് കാണുന്നുണ്ട്. അവൾ തന്നെ തിരിയിട്ട് അത് കത്തിക്കുകയാണ്.
കാരണം വെച്ചാൽ ആ ഒരു മന്ത്രം ഒച്ചത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശംഭു തിരുമേനിയും ഈ ഒരു മന്ത്രമൊക്കെ വായിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയോട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ എനിക്ക് റേഞ്ച് കിട്ടത്തില്ല, അതുകൊണ്ട് നീ കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്വാമിജിയും ആ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു വിളക്ക് കത്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു വിളക്കിൽ നിന്ന് മെഴുകു പോലെ എന്തൊക്കെ ഉരുകി വീണിട്ട് പതിയെ ഈ ഒരു ഡോറ് തുറന്നു വരുവാണ്. അപ്പോൾ ശംഭു അല്ല തുറന്നത്, ശരിക്കും അന്നപൂർണയും വിളക്ക് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ചേംബർ തുറന്നത്. അങ്ങനെ എയും ചേംബർ തുറന്നത് അറിയുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് നമ്പർ 7 ഇവിടെ തീരാണ്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.